ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മസാല ദോശയുടെ റെസിപ്പിയാണ്. നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ എങ്ങനെയാ മസാല ദോശ റെഡിയാക്കി എടുക്കാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളക് കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സൈസ് ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം. ഉള്ളി നല്ല ഫൈനായിട്ട് നമ്മൾ ബിരിയാണിന്റെ മസാലക്കൊന്നും വാടുന്ന രീതിയിൽ വാടണമെന്നില്ല. അതിൽ തീരെ അങ്ങ് വാടാണ്ടായി പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ അങ്ങനെ വാട്ടിയിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് എടുക്കുന്ന സമയത്ത് നിങ്ങളെ എരിവൊന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഇതൊന്ന് വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ ക്യൂമിൻ സീഡ്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പൊ അത് വെന്ത ശേഷം ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഉടച്ചെടുക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് ഫൈനായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. അപ്പൊ അതാ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ അങ്ങനെ കട്ടയായിട്ട് അങ്ങനെ കിട്ടണം. അല്ലാണ്ട് വല്ലാണ്ട് അങ്ങ് ഫൈനായിട്ട് പേസ്റ്റ് ആയി പോകാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലും മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് മസാല ദോശയ്ക്ക് വേണ്ടി ദോശ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ബാറ്റർ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. സ്പൂണ് ചെറുതായതുകൊണ്ട് തന്നെ 2 തവണയായിട്ട് ഒഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു തവണയായിട്ട് തന്നെ ഒഴിക്കേണ്ടിട്ട് ഗ്ലാസ്സിൽ ബാറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിന്റെ റെസിപ്പി ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. ഇത് ഞാൻ മുമ്പേ ഉഴുന്ന് ദോശന്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. ഉഴുന്ന് ദോശ തലശ്ശേരി കിച്ചൺ ടൈം എന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും. ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇതാ പാന് നല്ലോണം ചൂടായ ശേഷം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. വെള്ളം തളിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് തുടച്ചെടുക്കുക. തുടച്ചെടുത്ത പാട് ആ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത പാട് തന്നെ സ്പൂണ് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കാം. ബാറ്റർ ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് കൊണ്ടുവരാം.
എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ആയി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഈ ദോശന്റെ മേലെ വെച്ചു കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒരു സൈഡിലായിട്ട് മസാല വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ക്ലോസ് ചെയ്താലും മതി. അതല്ലെങ്കിൽ സെൻട്രലായിട്ട് മസാല വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ ക്ലോസ് ചെയ്തെടുത്താലും മതി. ഞാൻ ഇപ്പൊ സെൻട്രലായിട്ടാട്ടോ മസാല വെച്ചു കൊടുത്തത്. മസാല വെച്ചിട്ട് ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഒന്നൊന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം.